ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് സെഷനാണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണതാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയതെന്ന് വെച്ചാൽ കുറച്ച് ബേസിക് സെറ്റിങ്സും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഈ പേയ്മെൻറ്റ് ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൽ നിന്ന് ആരെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ അടക്കാൻ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വേണ്ടേ, കാർഡൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പം അതിനുള്ള പരിപാടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒന്ന് നമ്മൾ ചെയ്യുന്നത് COD നമ്മൾ ആഡ് ചെയ്യും, പിന്നെ നമ്മൾ റേസർ പേ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എളുപ്പമായിട്ടുള്ള സെഷനാണ്, ഭയങ്കര ചെറിയ സെഷനാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഭയങ്കര വലുതായിക്കില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെഷൻ ആയിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് എടുക്കാം, അത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു കുറച്ച് ബേസിക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വിട്ടായിരുന്നു, പിന്നെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിലൊന്നാണ് എന്ത്, പേയ്മെൻറ്റ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണതാണ്. അതായത് നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറായിട്ട് ഇന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇൻ്റഗ്രേറ്റ് അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറിൽ നിന്ന് ഒരാൾ ഒരു സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് അത് പേ ചെയ്യാൻ ഓപ്ഷനില്ല എന്ന് വെച്ചാൽ അയാളുടെ അടുത്ത് വേറെ കാർഡാണുള്ളത്, അപ്പോൾ അയാൾക്കത് ഓപ്ഷനില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് വരരുത്. എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും അവർക്ക് ഉണ്ടാവണം. ഇനിയിപ്പോൾ അവർക്ക് COD ആണ് വേണമെങ്കിൽ ആ ഓപ്ഷൻ അതിലുണ്ടാവണം. അപ്പോൾ അത് എങ്ങനെ ആഡ് ചെയ്യാം, ഒരു COD അല്ലെങ്കിൽ ഒരു റേസർ പേ എങ്ങനെ നമ്മുടെ സ്റ്റോറിൽ ആഡ് ചെയ്യാം എന്നാണ് ഞാൻ ഒന്ന് കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനുണ്ട്. നമുക്ക് സ്ക്രീനിലോട്ട് പോകാം. ഇവിടെ നമ്മുടെ പേര് ഇവിടെ ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് ഈ സ്റ്റോറൊന്ന് മാനേജ് ചെയ്യണം. ചെറുതായിട്ട് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം, നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് വച്ചേക്കണം. അപ്പോൾ ഇവിടെ ചെന്നിട്ട് നിങ്ങളുടെ മെയിൽ ID ഇവിടെ കാണിക്കണ്ടോ, അവിടെ നിൽക്കുക. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ജനറലിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടേക്കാം. അപ്പം ഞാൻ ആഡ് ചെയ്യണില്ല, ബട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടേക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയായിരിക്കും, അതൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഫുൾ ഇംഗ്ലീഷ് തന്നെ ആയിക്കോളൂ. ഇനി നമുക്ക് എന്താ നോക്കണമെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റിയിലൊന്ന് പോകണം. സെക്യൂരിറ്റി പോയിട്ട് ക്രിയേറ്റ് പാസ്വേഡ്, നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റാഫൊക്കെ വന്ന്, അതായത് നമ്മുടെ ടീമിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ ഒരു ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ ആക്സസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കതിന് പാസ്വേഡ് ഉണ്ടാവണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ Gmail അക്കൗണ്ട് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീമിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കാം. പിന്നെ ഈ iPad അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ടച്ച് വെച്ച് വർക്ക് ചെയ്യണം, ഫിംഗർ പ്രിൻ്റ് വെച്ച് വർക്ക് ചെയ്യണം ലാപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ് കീ അതിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു സെക്കൻഡറി ഇമെയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. നല്ലതാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. പിന്നെ ഈ നമ്മൾ ഈ 2 സ്റ്റെപ്പ് ഒതൻറ്റിക്കേഷൻ എന്തായാലും ചെയ്യണം, കാരണം അതും ഒരു നല്ല സെക്യൂരിറ്റിയാണ്. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യണില്ല, പക്ഷേ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം നിങ്ങളുടെ സ്റ്റോറിന് വേണ്ടി. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലൂടെ അടക്കാം. നമുക്ക് ഈ ടാബ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, പേയ്മെൻറ്റിൻ്റെ കാര്യമായിരുന്നു. സെറ്റിങ്സിലോട്ട് പോവാം. എന്നിട്ട് പേയ്മെൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യേണ്ട സ്ഥലം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ COD ആഡ് ചെയ്യാൻ പോകണം. COD ആഡ് ചെയ്യാന്ന് വെച്ചാൽ താഴത്തോട്ട് വരുമ്പോൾ മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണാം. അവിടെ ഈ കുരിശ് പോലത്തെ സാധനമല്ലേ, അവിടെ നിൽക്കാം. ഇവിടെ നിൽക്കിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആക്ടിവേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ചെയ്യണതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ലൈക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് വേണ്ടത്, അതായത് ഇപ്പോൾ അവരുടെ അടുത്ത് പൈസ ഇല്ല, അവർ നമ്മുടെ സാധനം കൊണ്ട് ചെല്ലുമ്പോൾ പൈസ തരാം, അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ഓപ്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതാണ് ക്യാഷ് ഓൺ ഡെലിവറി.
ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ അതെ കൊണ്ടോ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ റേസർ പേ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറായിട്ട് നമുക്കിനി ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇത് ആഡ് ആക്കണതിന് മുമ്പ് നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കുറച്ച് നല്ല പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേസർ പേ, ക്യാഷ് ഫ്രീ, പേയു, ഈസ് ബെസ്റ്റ്, ഇതൊക്കെ കുറച്ച് നല്ല പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ആണ്, അല്ലെങ്കിൽ നല്ല പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസർ പേയും ക്യാഷ് ഫ്രീയും ആണ്. പിന്നെ മറ്റേത് രണ്ടും നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഷോപ്പിഫൈ അക്കൗണ്ട് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ ഇതിലൊക്കെ ഒരു അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇൻ്റഗ്രേഷൻ പരിപാടിയിലോട്ട് പോകാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കറണ്ട് അക്കൗണ്ട് വെച്ച് ഉണ്ടാക്കാൻ നോക്കുക. അല്ലാതെ സേവിങ്സ് വെച്ച് ഉണ്ടാക്കുക. GST ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സേവിങ്സ് വെച്ച് ഉണ്ടാക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം സേവിങ്സ് വെച്ച് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, അത് റിജക്ഷൻ അടിക്കാനുള്ള ചാൻസ് കൂടുതൽ, കുറേ ടൈം കൊടുക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കറണ്ട് അക്കൗണ്ട് വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെയെന്ന് വെച്ചാൽ, നമ്മളൊരു റേസർ പേ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൈവ് മോഡിലാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ലൈവ് മോഡിൽ തന്നെ അയക്കണം, ടെസ്റ്റ് മോഡിൽ അയക്കരുത്. ലൈവും ആക്റ്റീവും അയക്കണം. ഓക്കെ, അപ്പോൾ അതാണ് 3 കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് തിരിച്ചു പോകാം. നമ്മളിത് തുടങ്ങണതിന് മുമ്പേ നമ്മൾ വേറൊരു ടാബിൽ റേസർ പേൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം പേയ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ നടത്താനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റേസർ പേൻ്റെ ഡാഷ്ബോർഡ്. നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റോറിലോട്ട് പോകാം. എന്നിട്ട് ഇവിടെ പേയ്മെൻറ്റ് സെറ്റിങ്സിൻ്റെ അവിടെ പേയ്മെൻറ്റ് ഉണ്ട്. പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, റേസർ പേ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പേപാൽ എന്ന് പറഞ്ഞ ഈ സംഭവം കണ്ട, അതിൻ്റെ താഴത്ത് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ബൈ പ്രൊവൈഡർ, അവിടെ റേസർ പേ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റേസർ പേ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും, പക്ഷെ കണക്റ്റ് ആവും. ഇൻസ്റ്റാൾ. കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഈ ഒരു ടാബ് ഓഫ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റേസർ പേ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ടിവേറ്റ് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായി കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ റേസർ പേ ആഡ് ആക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാഷ് ഫ്രീയും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ പേയും നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇതേ സെയിം മെത്തേഡാണ്. അവർ ലിങ്കിൽ കയറുക, ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് ചെയ്യാം. അത്രേ ഉള്ളൂ പരിപാടി, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റേസർ പേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ അറിയാൻ പാടില്ല എന്നാണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ഇതിനെ കൂടി വീഡിയോ ചെയ്താൽ ഭയങ്കര ലാഗ് വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനിയിപ്പോൾ അങ്ങനെ അറിയാൻ പാടില്ല എങ്കിൽ കമൻറ്റ് ചെയ്തോ, നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറിയും റേസർ പേയും ഇതിൽ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ സെഷൻ ഇന്ന് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ചെറിയൊരു സെഷനായിരുന്നു, ഭയങ്കര ലാഗ് അടിപ്പിച്ചുള്ള സെഷനൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒരു ഷോപ്പിഫൈ സ്റ്റോറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പർ ആരെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരാതായിരിക്കുള്ളൂ. അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയമാണെങ്കിലും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ എന്തായാലും റിപ്ലൈ ചെയ്യും. പിന്നെ ഇനി അതുമല്ല, നിങ്ങൾക്ക് ഞാൻ എല്ലാ പ്രാവശ്യവും പറയണ പോലെ നിങ്ങൾക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടാക്കാൻ ഒരാൾ വേണം എന്നാണെങ്കിൽ നമ്മൾ
നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതായിക്കുള്ളൂ. നമ്മുടെ ടീം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നമ്മുടെ മെയിൽ ID ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ മെയിൽ അയച്ചാൽ മതി, നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസർ പേൻ്റെ ഇത് ഞാൻ ലോഗിനും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിനെക്കുറിച്ചൊരു വേറെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനത് വേറൊരു വീഡിയോ ആക്കി ചെയ്തുതരാം. പിന്നെ മറ്റുള്ള ഇതിൻ്റെ പുറകിലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ചെന്ന് കാണാം. പിന്നെ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്.